ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോത്തുകൊണ്ട് കവലയ്ക്ക് ഫ്ലെക്സ് വെച്ചേ, ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട്, റോഡ് പണി ഇപ്പോൾ നടക്കും, ഓക്കെ. അതുപോലെ UDF ഫ്ലെക്സ് വെച്ചേ, ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഇപ്പം പണി നടക്കും. ഈ പ്രാവശ്യം പാസ്സായി 8 കോടി എവിടെ? പോത്തുകൊണ്ട് റോഡിന് വേണ്ടി പാസ്സായി 8 കോടിയാണ്. ഇനിയിപ്പോൾ ചോദിക്കുകയും പറയുമായിരിക്കും, മറ്റേ എന്നാ പറയണ്ടേ, ടെൻഡർ എടുത്തിട്ടില്ല. ഈ ടെൻഡർ എടുക്കേണ്ടത് ആരാ? സാധാരണക്കാരായ വോട്ടർമാരെ ഞങ്ങളാണോ ഈ ടെൻഡർ എടുക്കേണ്ടത്? ആണോ? ഞങ്ങളാണോ വന്ന് ഈ ടെൻഡർ എടുത്ത് ഈ റോഡിൻ്റെ പണി കഴിപ്പിക്കേണ്ടത്? ഞങ്ങളാണോ? അല്ലേ? ഈ ടെൻഡർ കൊടുക്കുന്ന MLAയും ആൾക്കാരും വേണ്ട ഈ റോഡിൻ്റെ പണിയുടെ ബാക്കി കാര്യങ്ങളും നോക്കാൻ. ഇത് നോക്കാതെ ടെൻഡർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ കാര്യമേ അല്ല. അപ്പോൾ ഈ റോഡിൻ്റെ കാര്യങ്ങൾ പ്രതികരിച്ചല്ലേ പറ്റൂ. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് റോഡ് കിട്ടിയിട്ടില്ല. റോഡിൻ്റെ പണി പോലും തുടങ്ങിയിട്ടില്ല. കൈ വിട്ടടിക്കുന്ന 1 മിനിറ്റ്. റോഡിൻ്റെ പണി പോലും തുടങ്ങിയിട്ടില്ല. ജനങ്ങളെ പറ്റിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ റോഡ് പോകുന്നത് ഇപ്പം ഇത് 16-ാം വാർഡാന്ന് തോന്നുന്നു. ഇവിടുന്ന് കുറച്ചങ്ങനെ അന്നൊരു പാലമുണ്ട്. അത് കഴിയുമ്പോഴാണ് 15-ാം വാർഡാണ്. ഈ 16-ും വാർഡിലുള്ള 16-ാം വാർഡിലെ ആൾക്കാർ അങ്ങോട്ട് ടൗണിലേക്ക് അവർക്ക് റോഡ് ഓക്കെ. 15-ാം വാർഡിലെ നിവാസികളോട് എനിക്ക് പറയാനുള്ളത് ഒരു അപേക്ഷയാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഇലക്ഷൻ ഞാൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് തരാമെന്നും പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ എന്താ പറയണ്ടേ, അതുപോട്ടെ, രാഷ്ട്രീയ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും തന്നെ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കണം. അവർക്കറിയാം ഇവിടെ ഒന്നും ചെയ്തില്ലേലും പോയി വോട്ട് ചെയ്യും എന്നുള്ള കൃത്യമായ അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം ജനങ്ങൾ രാഷ്ട്രീയ അടിമകളാണ്. അവർക്ക് ആ ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഈ നാട്ടിലൊന്നും ചെയ്യണ്ട, ഈ നാട്ടിൽ ചെയ്തില്ലേലും നിങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഈ റോഡിന് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പം ഇലക്ഷനായി, ഇത്രയും 8 കോടി പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനായിട്ട് പോലും ഈ റോഡിന് ഒരു പണിയെടുക്കുന്നില്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ചോക്ക്. നിങ്ങൾ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് നോക്ക്. സത്യം പറയാം, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ. ഇതാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഇതാരാണ് ഈ പണിയൊക്കെ ചെയ്യേണ്ടതാരാ? പണി ചെയ്യിപ്പിക്കേണ്ടതാരാ? നമ്മളാണോ? ഈ നാട്ടിലെ വോട്ടർമാരാണോ? ഈ നാട്ടിലെ ഓരോ വോട്ടർമാർ ഇറങ്ങിയിട്ടാണോ ഈ റോഡിലെ പണിയെടുപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ടെൻഡർ കൊടുക്കേണ്ടതും ടെൻഡർ എടുപ്പിക്കേണ്ടതും ഈ പണി മൊത്തം ചെയ്തു തീർക്കേണ്ടതും ഈ നാട്ടിലെ വോട്ടർമാരായ സാധാരണക്കാരായ ജനങ്ങളാണോ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. ആണോ? അല്ലല്ലോ. അപ്പം ഈ നമ്മൾ പ്രതിനിധിയായിട്ട് നമ്മൾ വിടുന്ന ആൾക്കാർ ഇത് ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യും?